ആദ്യമായും കാണാതിരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പ്രൊജക്ട് 30 അൺഫിൽറ്റഡ് ഡേ 3. തീർച്ചയായിട്ടും ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭ്രാന്തായി തുടങ്ങിയ കാലം തൊട്ട് ഞാൻ അതിനെപ്പറ്റി അത്യാവശ്യം റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു. സോ ഞാനിതൊന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ കുറേ ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സുണ്ട്. ഞാൻ അവരുടെയൊക്കെ ഫസ്റ്റത്തെ ദ വെരി ബിഗിനിങ് ടൈമിലുള്ള വീഡിയോസൊക്കെ എടുത്തെടുത്ത് ഞാൻ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനതൊന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അവരൊക്കെ അവരുടെ തുടക്കകാലത്ത് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ പല ആംഗിളിൽ നിന്നുള്ള വീഡിയോസ്, പല സംഭവങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല ഷോട്ടുകൾ, പല ലൊക്കേഷൻ, പല കണ്ടൻറ്റ്. അവർക്ക് അവരെ കൊണ്ടാവുന്ന രീതിയിൽ മുഴുവൻ അവർ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവരുടെ ഇത്രയും വീഡിയോസ് ഞാൻ ഇതുവരെ എടുത്ത് കണ്ട് അനലൈസ് ചെയ്ത് ഞാൻ ലേൺ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് വ്യൂസ് വരുന്നത് ഭയങ്കര നല്ലതാണ്. നമുക്ക് ഒന്നിനെ പറ്റിയും ഒരു പ്രഷറും ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും. ജഡ്ജ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നവർ ചെയ്തോട്ടെ. സോ തുടക്കത്തിൽ നമുക്ക് വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽപ്ഫുള്ളാകും. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്യാം. എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാം എന്താണ് വേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെ പെർഫോം ചെയ്യണം, എവിടെ നമ്മൾ സ്പീഡ് കുറയ്ക്കണം, എവിടെ എഡിറ്റ് ചെയ്യണം, എവിടെ വീഡിയോ വെക്കണം, ലൈറ്റിങ്, സൗണ്ട്, വീഡിയോ, എല്ലാ പരിപാടിയും നമുക്കതൊന്ന് പഠിക്കാൻ പറ്റും. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക, പെർഫെക്ഷൻ നോക്കാതെ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ കൺസിസ്റ്റൻസി. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ, ബൈ.